ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ പരിസ്ഥിതി നിർവഹണം, എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി നിർവഹണം. എന്താണ് അപ്പോൾ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം? പരിസ്ഥിതി എന്ന് പറയാം. ജീവജാലങ്ങളും മണ്ണും വായുവും ജലവും എല്ലാം കൂടിയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിനെയും പരിസ്ഥിതി എന്ന് പറയാം. ജീവജാലങ്ങൾ, അതായത് സസ്യങ്ങൾ, മനുഷ്യർ, മൃഗങ്ങൾ, വെള്ളം, വായു, കെട്ടിടങ്ങൾ, വാഹനങ്ങളെല്ലാം എന്താണ്? പരിസ്ഥിതിയിൽ പെടും. അപ്പോൾ നമുക്കറിയാം, ഡെഫിനിഷൻസ് ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ. ഇനി എന്താണ് എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ പരിസ്ഥിതി അപചയം? എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുക, അതിനെയാണ് എന്ത് പറയുക? എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ പരിസ്ഥിതി അപചയം എന്ന് പറയാം. ചുറ്റുപാടുകളിലുണ്ടാവുന്ന അനുയോജ്യമല്ലാത്ത മാറ്റത്തെയാണ് പരിസ്ഥിതിയുടെ അപചയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മലിനീകരണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പരിസ്ഥിതിക്ക് എന്താണ്? ഒരു ഇതുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥിരത ഉണ്ടായിരിക്കും. അതിൽ നിന്ന് അതിനനുയോജ്യമല്ലാത്തൊരു മാറ്റം അതിന് സംഭവിക്കുമ്പോൾ എന്ത് പറയാം? നമുക്ക് എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയാം. ഇനി എന്തൊക്കെ കാരണങ്ങളാണ് ഈ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷന് കാരണങ്ങൾ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തെ എന്താണ്? അനിയന്ത്രിതമായ ജനസംഖ്യ വർധനവ്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ എന്ത് വേണം? അവർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണം, ഫുഡ് വേണം, അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ വീട് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് എന്താണ്? പാർപ്പിടങ്ങൾ വേണം. അപ്പോൾ എല്ലാവർക്കും എന്താണ്? ഒരു കൂട്ടുകുടുംബം, അവിടെ ഒരു 10 മക്കളുണ്ടായെന്ന് വിചാരിക്കുക. 10 മക്കൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ മക്കളും വീട് വെച്ച് പോകുമ്പോൾ എന്താണ്? ഓരോ സ്ഥലങ്ങൾ വാങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ പരിസ്ഥിതിനെ ഇപ്പോൾ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ പാടമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥേനെ അവർ മാറ്റിമറിച്ചിട്ടാണ് അവിടെ വീട് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ പരിസ്ഥിതിയിലൊരു മാറ്റം ഉണ്ടാക്കുകയല്ലേ. അതുപോലെ ഇപ്പോൾ കാട് നശിപ്പിക്കേണ്ടി വരികയാണ്. അപ്പോൾ പലതരത്തിലുള്ള വനനശീകരണം ഉണ്ടാവാണ്. ഇനി ആൾക്കാരിങ്ങനെ വരുന്നു. അപ്പോൾ അവരുടെ വികസനം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണങ്ങൾ വരുന്നു. ഇതൊക്കെ എന്താണ്? പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഒരു കാരണമാണ്. ഇനി രണ്ടാമത്തത് സാങ്കേതിക മേഖലയിലുണ്ടായ പുരോഗതി. ഇപ്പോൾ നമ്മുടെ സാങ്കേതിക മേഖലയിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായി. ഇപ്പോൾ വ്യവസായ മേഖലകളിലും ഗതാഗത സൗകര്യങ്ങളൊക്കെ എന്താണ്? വളരെയധികം മുൻപന്തിയിലായില്ലേ. ഇപ്പോൾ റോഡ് പണിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെയിൽവേ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വിമാനത്താവളം വരികയാണ്. അപ്പോൾ എന്താണ്? വിമാനത്താവളം എപ്പോഴും എന്താണ്? ഒരു ഉള്ളായിട്ടുള്ള ഒരു ഏരിയയിൽ വരുമ്പോൾ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ക്ലിയർ ആവും. അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്താണ്? അങ്ങോട്ട് നല്ല റോഡുകളും സൗകര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ വീണ്ടും എന്താണ്? വെട്ടിത്തെളിച്ച് ആ പരിസ്ഥിതിയിൽ അങ്ങോട്ട് നശിപ്പിച്ചുണ്ടാക്കും. സംഭവം എന്താണ്? അവിടെ ഒരു വികസനമാണ്. ആ വികസനം പരിസ്ഥിതിക്ക് എന്താണ്? നാശമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഖനികൾ അല്ലേ, ഖനികൾ ഉണ്ടാവും. അപ്പോൾ ഖനികളിൽ നിന്ന് വരുമ്പോൾ കുഴിച്ച് അതിനൊരു പരിവാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓസോൺ പാളി അതിലാകെ വിള്ളലായി. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി എന്താണ്? പരിസ്ഥിതിയെ ആകെ നശിപ്പിച്ചു. എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷന് മറ്റൊരു കാരണമായിട്ട് മാറി. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അപര്യാപ്തമായ കാർഷിക രീതികൾ. അതായത് കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതിയാണ്. ഇപ്പോൾ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നു, രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്താണ്? പരിസ്ഥിതിക്ക് ദോഷമാണ്. പരിസ്ഥിതിയിലുള്ള ജീവജാലങ്ങളെ, മണ്ണിനെ, ജലത്തെ ഒക്കെ എന്താണത്? ബാധിക്കുകയാണ്. അപ്പം അതും ഒരു തരത്തിലുള്ള ഡീഗ്രഡേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത് പറയണത് മനുഷ്യൻ്റെ കൃത്യമല്ലാത്ത ശീലങ്ങൾ.
പരസ്യമായിട്ട് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ നമ്മളിങ്ങനെ തുപ്പുക. ഇപ്പോൾ ആണുങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അവന് പരസ്യമായിട്ട് മൂത്രം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും രണ്ടൊക്കെ ഉണ്ട്, ചില സ്ഥലത്തൊന്നും ഒന്നുമില്ല. അപ്പോൾ അവർ പറമ്പിലൊക്കെ പോയി അങ്ങനെ ചെയ്യുക. അതുപോലെ കിണറിൻ്റെ അവിടെ നിന്ന് കുളിക്കുക, കുളത്തിലൊക്കെ നിന്ന് കുളിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഇതൊക്കെ അവിടെയുള്ള ജീവജാലങ്ങളെയും കൂടിയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പരിസ്ഥിതിനെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നതാണ്. ഇനിയുള്ളത് എന്താണ് പ്രകൃതിദത്ത കാരണങ്ങൾ. ഇപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് ഒരു ഉരുൾപൊട്ടലോ കൊടുങ്കാറ്റോ ഒക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് അപ്പോൾ ആ ഒരു വലിയ പ്രദേശത്തിന് തന്നെ മൊത്തത്തിൽ ഡാമേജ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതും എന്താണ് പരിസ്ഥിതിയുടെ ഡീഗ്രഡേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പരിസ്ഥിതിയുടെ അപജയത്തിന് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ 5 കാരണങ്ങൾ ഏതൊക്കെയാണ്? അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവ്, സാങ്കേതിക മേഖലയിലുണ്ടായ പുരോഗതി, അപര്യാപ്തമായ കാർഷിക രീതികൾ, മനുഷ്യൻ്റെ കൃത്യമല്ലാത്ത ശീലങ്ങൾ, പ്രകൃതിദത്ത കാരണങ്ങൾ. നോക്കാം ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഈ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം. എല്ലാ വ്യവസായങ്ങളും നഗരങ്ങളിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഉറപ്പാക്കുക. വ്യവസായങ്ങളിലും വാഹനങ്ങളിലും മലിനീകരണ നിയന്ത്രണത്തിനായി കർശന നടപടികൾ അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പിലാക്കുക. ഇപ്പോൾ പുഴകളിലേക്കൊന്നും മലിനീകരണങ്ങൾ വിടരുത്, അങ്ങനെയുള്ള കർശന നിയമങ്ങൾ കൊണ്ടുവരാം. എല്ലാ വ്യവസായങ്ങളും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന് ഉറപ്പാക്കുക. പരസ്പരം മാലിന്യങ്ങൾ ബന്ധിപ്പിക്കാനും പുനരുപയോഗിക്കാനും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ കൃഷിയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പശുവിനെ വളർത്തുന്നു, അപ്പോൾ പശുവിൻ്റെ ചാണകം എടുത്തിട്ട് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്നില്ലേ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇല്ലേ. അപ്പോൾ അതേപോലെ എന്താണ് വ്യവസായത്തിലും അങ്ങനെയുള്ള ടെക്നോളജീസ് കൊണ്ടുവരിക. കുടുംബാസൂത്രണ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക. നാം 1 നമുക്ക് 2 അത് കൊണ്ടുവരാം. അപ്പോൾ എന്താണ് ജനസംഖ്യാ വർധനവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഗാർഹിക മാലിന്യങ്ങൾക്ക് കാര്യക്ഷമമായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം നൽകുക. ബയോഗ്യാസ് പ്ലാന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ കുറയും. പ്രാദേശിക തകർച്ചയുടെ കാരണങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക. പാരിസ്ഥിതിക തകർച്ചയുടെ ഇപ്പോൾ പരിസ്ഥിതിയിൽ നമ്മളിങ്ങനെ തകർച്ച ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാം. ബയോഗ്യാസ്, സോളാർ കുക്കർ, സോളാർ ഹീറ്റർ തുടങ്ങി ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക. മരങ്ങൾ വളർത്താനും അവയെ പരിപാലിക്കാനും ആളുകളെ പ്രേരിപ്പിക്കുക. വനശേഖരം നിലനിർത്തി വന്യജീവികളെ സംരക്ഷിക്കുക. ഇതൊക്കെ ചെയ്യുക വഴി എന്താണ് നമുക്ക് നമ്മുടെ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ എൻവിറോൺമെൻറ്റ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ഡീഗ്രഡേഷനെ കുറിച്ച് നോക്കി, ഇനി എങ്ങനെയാണത് കുറയ്ക്കാൻ പറ്റാമെന്ന് നോക്കി. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റുകൾ, അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഇനി എന്തൊക്കെ എഫക്റ്റുകളാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ എന്താണ് മണ്ണ് മലിനീകരണം. നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. എന്താ മണ്ണ് മലിനീകരണം എന്ന് പറയാം? രാസവളങ്ങൾ, രാസകീടനാശിനികൾ, മാലിന്യങ്ങളൊക്കെ കൂടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത് മണ്ണ് മലിനീകരണം. അപ്പോൾ അതിലെ സൂക്ഷ്മജീവികൾ, ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോവുക. പിന്നെ ഈ രാസകീടങ്ങളൊക്കെ എന്താണ് അതിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ കൂടെ പഴങ്ങളിൽ കൂടിയൊക്കെ മറ്റുള്ളവരിലേക്ക് മറ്റു ജീവികളിലേക്ക് അതായത് മനുഷ്യന്മാരിലേക്കുമൊക്കെ എത്തിപ്പെടുക, എന്നിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ ഒരു ഇതാണ് എന്ത് മണ്ണ് മലിനീകരണം. അതേപോലെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക വഴി മണ്ണൊലിപ്പ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഈ മണ്ണ് മലിനീകരണത്തിൽ പെടുന്നത്. രണ്ടാമത്തത് വനനശീകരണം. വനനശീകരണം എന്ന് പറയുമ്പോൾ വൻതോതിൽ ഇപ്പം തടി വെട്ടിയിട്ടൊക്കെ എന്താണ് വനം അങ്ങോട്ട് നശിപ്പിക്കപ്പെടുക. മെയിൻലി ഇങ്ങനെയാണ്, തടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല ചന്ദനവും പിന്നെന്തിനാണ് വീട്ടിയോ അങ്ങനെ നല്ല 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 പൈസയുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മരങ്ങളെ മുഴുവനും വെട്ടി എന്താണ് ആ ഒരു പ്രദേശം മൊത്തം ഇല്ലാതാക്കാം. അപ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ടാവും. അതോടുകൂടി എന്താണ് അവരുടെ ആവാസ വ്യവസ്ഥേനെ അവിടെ
നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ കാട്ടിൽ കയറി പണിയാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ പണിയാൻ വേണ്ടിയിട്ട് ആര് വരുന്നത്? കാട്ടിൽ നിന്ന് ഈ പുലി, ആനയും ഒക്കെ കടുവയൊക്കെ ഇങ്ങോട്ട് കാടിറങ്ങി നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വനനശീകരണം വരുമ്പോൾ മെയിനായിട്ട് ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും. മഴ കുറയും, ചൂട് കൂടും. ഇതൊക്കെ എന്താണ്? വനനശീകരണത്തിൻ്റെ എഫക്റ്റുകളാണ്. ഇനി അടുത്തതാണ് എന്ത്? അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷം മലിനീകരിക്കപ്പെടുക. ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക, അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്നുള്ള പുക, പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകകൾ, ഇത് അല്ലെങ്കിൽ രാസകീടനാശിനികൾ, രാസവളങ്ങൾ, ഇതൊക്കെ മൂലം എന്തുണ്ടാവുക? അന്തരീക്ഷം മലിനീകരിക്കപ്പെടുക. അപ്പം എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് നോക്കാം. അതിലൊന്നാണ് എന്ത്? ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ. ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കാരണം അത് 1 വേർഡ് അല്ലെങ്കിൽ 1 മാർക്കിന് ഇങ്ങനെ ചോദിക്കാം. ഇപ്പോൾ വാഹനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വ്യവസായശാലകളിൽ നിന്നൊക്കെയുള്ള പുകകളിൽ സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന വിഷവാതകങ്ങൾ ഉണ്ടായിരിക്കും. ഇതെന്ത് ചെയ്യും? ഇത് അന്തരീക്ഷത്തിൽ പോയി അങ്ങോട്ട് വ്യാപിച്ചിട്ട് മഴ പെയ്യുമ്പോൾ മഴയിൽ ഇത് ലയിക്കുമ്പോൾ മഴയിലുള്ള വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടറും ഈ സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ആസിഡായിട്ട് കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആയിട്ട് മാറും. അങ്ങനെ മാറിയിട്ട് ഇതെന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും. അതിനെയാണ് എന്ത് പറയുക? അമ്ലമഴ എന്ന് പറയാം. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ഇവരെന്ത് ചെയ്യും? ഈ വാഹനങ്ങളുടെ പുകയെന്നൊക്കെ വരുന്നതാണ്. ഇത് അന്തരീക്ഷത്തിലേക്ക് പോവും. എന്നിട്ട് അത് മേഘങ്ങളിൽ നിന്നുള്ള മഴ പെയ്യണ സമയത്ത് എന്ത് ചെയ്യും? ആ മഴയിലുള്ള H2O അല്ലെങ്കിൽ ജലവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ് ഒക്കെ ആയിട്ട് മാറിയിട്ട് ഇവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പോട്ടാ ആയിട്ട് തിരിച്ച് മഴയ്ക്കൊപ്പം ഭൂമിയിലേക്ക് വരും. ഇതിനെയാണ് എന്ത് പറയുക? അമ്ലമഴ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും ബാക്കി മൃഗങ്ങൾക്കൊക്കെ അത് കെട്ടിടങ്ങൾക്കൊക്കെ എന്താണ്? ഹാനികരമാണ്. കാരണം ആസിഡല്ല വന്ന് വീഴുന്നത്. ഇനി രണ്ടാമത്തൊരു എന്താ പറയുക, അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഒരു എഫക്റ്റ് ആണെന്ത്? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. അപ്പോൾ അന്തരീക്ഷത്തിന് ഒരുപാട് പാളികളുണ്ട്. ആ പാളിയിൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു പാളിയാണ് ഓസോൺ പാളി. ഓസോൺ എന്ന് പറയുന്നത് 3 ഓക്സിജൻ മോളിക്യൂളുകൾ അല്ലെങ്കിൽ 3 ഓക്സിജൻ ആറ്റംസ് ചേർന്നതാണ് എന്ത്? ഓസോൺ എന്ന് പറയുന്ന തന്മാത്ര. അപ്പോൾ അന്തരീക്ഷത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന UV റേസിന് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസുകൾ അബ്സോർബ് ചെയ്തിട്ട് ഈ O3 തന്മാത്ര അല്ലെങ്കിൽ ഓസോൺ തന്മാത്ര വിഘടിച്ചിട്ട് O2 ഓക്സിജനും അതേപോലെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓക്സിജനുമായിട്ട് മാറും. O2ഉം Oയുമായിട്ട് മാറും. എന്നിട്ട് പിന്നെ വീണ്ടും ഇതിങ്ങനെ ഓസോണായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന, നമ്മൾ കത്തിച്ചൊക്കെ വിടുന്ന സാധനങ്ങളിൽ നിന്ന് പോകുന്ന ഫ്ലൂറോ കാർബൺസ് അങ്ങനെയുള്ള വേണ്ടാത്ത കുറേ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? ഓസോൺ പാളിയിൽ നേർപ്പിക്കുകയാണ്. ഓസോൺ പാളിയിൽ നേർപ്പിക്കുക. അല്ലാണ്ട് അവിടെ ഓട്ടയൊന്നും വീണിട്ടില്ല. അവിടെ എന്താണ്? ആ പാളിയിൽ തിന്നിങ് ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ പാളി ഇങ്ങനെ ശോഷിച്ച് തിന്നിങ് നടക്കുക. അതാണ് അതിൻ്റെ വേർഡ്, തിന്നിങ് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ UV റേസ് കറക്റ്റായിട്ട് ഭൂമിയിലേക്ക് വരിക. അതാണ് നമ്മുടെ ഭൂമിയിൽ ആഗോള താപനത്തിൽ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമായിരിക്കുന്നത്. ഇനി ഈ UV റേസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് വന്ന് നമ്മൾ നേരിട്ട് പതിച്ചു കഴിഞ്ഞാലോ നമുക്ക് സ്കിൻ ക്യാൻസർ, നേത്രരോഗങ്ങൾ, കണ്ണിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയാണ്. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഒന്നുമില്ല, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ പാളിയുടെ തിന്നിങ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ UV റേസിനെ എന്താണ്? നമ്മുടെ
ഭൂമിയിലേക്ക് കടത്തി വിടാതെ നോക്കുന്ന ആളായിരുന്നു ഓസോൺ പാളി. അത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കത്തിച്ചൊക്കെ വിട്ടിരിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണും ഒക്കെ കൊണ്ട് അതെന്തായി തിന്നിങ് സംഭവിച്ചു. അപ്പോൾ UV റേസ് ഡയറക്റ്റ് ഭൂമിയിലേക്ക് വരുന്നു. ഇതാണെന്ത് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം. അപ്പോൾ ഈ ഡിപ്ലീഷനൊക്കെ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനൊക്കെ കാരണം പിന്നെ നമ്മൾ ഇവിടെ കത്തിച്ചു വിടുന്ന സാധനങ്ങളുടെയൊക്കെ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെ മൂലം എന്താണ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുക, അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് എന്ത് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം. ഇനി വേറൊരു എഫക്റ്റാണ് എന്ത് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ യുദ്ധം ഉണ്ടാകുമ്പോൾ അണുബോംബ് വിടാം, അത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ വ്യവസായശാലകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ലീക്കേജുകൾ ഉണ്ടാവുക, എന്തെങ്കിലും ഫ്യൂവലൊക്കെ ലീക്കേജ് ആയിട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ മനുഷ്യന്മാരുടെ കയ്യിലിരിപ്പുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ഡിസീസുകൾ, പലതരത്തിലുള്ള ഡിസീസുകൾ. ഇപ്പോൾ ഈ അന്തരീക്ഷ മലിനീകരണം മൂലം ചുമ, കഫക്കെട്ട്, ആസ്മ, ശ്വാസകോശ ക്യാൻസർ, കണ്ണിന് ത്വക്കിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി അടുത്താണ് എന്ത് ജല മലിനീകരണം അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ഈ വ്യവസായശാലകളിൽ നിന്നും അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങൾ എവിടേക്കാണ് നമ്മൾ വെള്ളത്തിലേക്കാണ് ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഒഴുക്കി വിടുമ്പോൾ അതിലുള്ള സസ്യങ്ങളെയും അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളെയും ഒക്കെ എന്താണ് ജീവജാലങ്ങളെയും ഒക്കെ അത് എഫക്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിലുള്ള കെമിക്കൽസ് എന്താണ് ഇപ്പോൾ മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കുന്ന നമ്മളിലേക്കും അത് വരികയാണ്. ഇതാണ് ജല മലിനീകരണം. അതിന് വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നത്, അതേപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ കുളിപ്പിക്കുന്നത് ഒക്കെ എന്താണ് ഈ ജലമലിനീകരണത്തിന് വേറെ കാരണങ്ങളാണ്. അങ്ങനെ നമുക്ക് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വയറിളക്കം, മലേറിയ അങ്ങനെയുള്ള പല അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ജലത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ചത്തുപൊന്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള ക്യാൻസറുകളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് എഫക്റ്റുകൾ, എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷൻ്റെ എഫക്റ്റുകൾ. ഇനി എക്കോ ഫ്രണ്ട്ലി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ, പ്രകൃതി സൗഹാർദ്ദം. അതായത് നമ്മൾ എന്ത് ചെയ്താലും എന്താണ് പ്രകൃതിക്ക് ദോഷമില്ലാതിരിക്കുക, ആ അവസ്ഥേനെയാണ് എന്ത് പറയുക എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം. പ്രകൃതിക്ക് ദോഷകരമാകാത്ത ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രകൃതി സൗഹൃദം എന്ന് പറയാം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും അത് വിൽക്കുകയാണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലും അതെന്താണ് പ്രകൃതിയെ ദോഷകരമായിട്ട് ബാധിക്കാൻ പാടില്ല. അതിനെയാണ് എന്ത് പറയുക എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉൽപാദനം, ഉപയോഗം, നീക്കം ചെയ്യൽ, അങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഉൽപാദനം, ഉപയോഗം, നീക്കം ചെയ്യൽ. ഉൽപാദനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉൽപ്പന്നം ഒരു തരത്തിലും എന്താണ് പ്രകൃതിയെ യാതൊരു തരത്തിലും കോട്ടപ്പെടുത്തുന്നില്ലെങ്കിൽ പ്രകൃതിനെ യാതൊരു തരത്തിലും ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. ഇനി ഉപയോഗം, അപ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രകൃതിക്ക് ഹാനികരമല്ല. അപ്പം അത് കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുകയോ അങ്ങനെ ഒന്നും എന്താണ് പ്രകൃതിനെ പ്രശ്നമുള്ള ഒന്നല്ല. ഇനി നീക്കം ചെയ്യൽ എന്ന് പറയുമ്പോൾ എന്താ ഉപയോഗിച്ച് അത് കഴിഞ്ഞു, ഇനി അത് വേസ്റ്റായി കഴിഞ്ഞാലോ നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അതെന്താണ് ആ മണ്ണിൽ അങ്ങോട്ട് അഴുകി പോകും. ഇപ്പോൾ പേപ്പറൊക്കെ ആണെങ്കിൽ മണ്ണിൽ അങ്ങോട്ട് അഴുകി പോവും. ഇനിയിപ്പോൾ കത്തിച്ച് കഴിഞ്ഞാലും അത് പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്താണ് അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലും അത് പ്രകൃതി സൗഹാർദ്ദമാണെങ്കിൽ എന്താണ് ആ ഒരു ഉൽപ്പന്നം എന്താണ് പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നം എന്ന് നമുക്ക് പറയാം. ഉൽപാദനത്തിലും ഉപയോഗത്തിലും അത് കഴിഞ്ഞ് നീക്കം ചെയ്യലിലും അതെന്തായിരിക്കണം എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ ആ ഉൽപ്പന്നം എന്താണ് പൂർണ്ണമായും എന്തായിരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങളും അങ്ങനെയല്ലാത്ത ഉൽപ്പന്നങ്ങളും നമുക്ക് കുറച്ച് നോക്കാം കേട്ടോ. ഇപ്പോൾ ജൂട്ട്, കോട്ടൺ, പേപ്പർ ബാഗ്, സോളാർ അടുപ്പ്, ബയോഗ്യാസ്, പുകയില്ലാത്ത അടുപ്പ്
ഇതൊക്കെ എന്താ? ഇതൊക്കെ പ്രകൃതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങളാണ്. ഇതിൻ്റെ ഏത് ഘട്ടങ്ങളിലും എന്താണ്, അത് പ്രകൃതിയിൽ യാതൊരു തരത്തിലും കോട്ടം ചെയ്യുന്നില്ല. ഇനി പ്രകൃതി സൗഹാർദ്ദമല്ലാത്തത് പെട്രോള്, അത് കത്തിക്കഴിഞ്ഞാൽ പ്രകൃതിക്ക് പ്രശ്നമാണ്. ശുദ്ധീകരിക്കാത്ത മോട്ടോർ വാഹനങ്ങൾ, മോട്ടോർ ഓയിൽ, സിന്തറ്റിക് വസ്ത്രങ്ങൾ, പോളിസ്റ്റർ അങ്ങനെയുള്ളതൊക്കെ, പോളിത്തീൻ ബാഗ്, പുകയടുപ്പുകൾ, തെർമോക്കോള്, അതൊക്കെ എന്താണ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്താണ്, പ്രകൃതി സൗഹാർദ്ദമല്ല. അപ്പോൾ ഉൽപാദനത്തിലും ഉപയോഗത്തിലും അത് നീക്കം ചെയ്യുമ്പോഴും എന്താണ്, ഒരു ഉൽപ്പന്നം പ്രകൃതിക്ക് യാതൊരു തരത്തിലും കോട്ടം ചെയ്യുന്നില്ല എങ്കിൽ അതെന്താണ്, പ്രകൃതി സൗഹാർദ്ദമാണ്. അപ്പം ഇതാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് എൻവിറോൺമെൻറ്റ്, അതിൻ്റെ എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷൻ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എഫക്റ്റുകൾ എന്താണ്, എക്കോ ഫ്രണ്ട്ലി, അതേപോലെ എങ്ങനെ നമുക്ക് എൻവിറോൺമെൻറ്റ് ഡീഗ്രഡേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.